ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ഒരു സ്റ്റിൽ ആണിത്. ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപി തന്നെ. എന്നാൽ ഈ ഫോട്ടോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മറ്റൊരാളെയാണ്, കബീർ ദുഹാൻ സിംഗ്. കുറച്ചുകൂടെ ഇന്ത്യൻസ് ആയി മനസ്സിലാക്കണമെങ്കിൽ മാർക്കോയിലെ അതിക്രൂരനായ സൈറസ് ഇസാക്ക്. ഏകദേശം ജോൺ വിക്കിനെ പോലെ ആരാലും നിയന്ത്രിക്കാനാവാത്ത വയലൻസുമായി മാർക്കോ മുന്നോട്ട് പോകുമ്പോൾ ചിത്രത്തിലെ പ്രധാന വില്ലനായ റസൽ ഇസാക്ക് ഒന്നുമല്ലാതാവും എന്ന ഘട്ടം വരുമ്പോൾ ഇടിമിന്നൽ പോലെ വരുന്ന മുതൽ മറ്റു പല മലയാള സിനിമകളിലും ഇദ്ദേഹം കടന്നു വന്നിട്ടുണ്ടെങ്കിലും മാർക്കോയിലെ ലുക്കും ഇമ്പാക്റ്റും വേറെ ലെവൽ ആയിരുന്നു. അതിൻ്റെ കൂടെ വയലൻസ് കൂടെ ചേരുന്നതോടെ ദ റിയൽ മോൺസ്റ്റർ എന്ന ലെവലിലേക്ക് ഇദ്ദേഹം മാറി. മാർക്കോയ്ക്ക് മുൻപ് ARMൽ തുടക്കത്തിൽ ഇദ്ദേഹം ഒരു അപ്പിയറൻസ് നടത്തുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ മാർക്കോയിലെ സൈറസ് അത് വേറെ ലെവലായിരുന്നു. മാർക്കോയിൽ ഇദ്ദേഹം വരുന്നതുവരെ നിറഞ്ഞു നിന്നിരുന്ന അഭിമന്യു ഷമ്മിത്തിലകനൊക്കെ പിന്നെ അങ്ങ് സൈഡായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1986 ഹരിയാനയിൽ, അതായത് ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് ജനിച്ച ഈ 39കാരൻ്റെ ഫിൽമോഗ്രഫി നോക്കുകയാണെങ്കിൽ അതിൽ ബോളിവുഡ് സിനിമകളൊന്നും അല്ല കാണുന്നത്, മറിച്ച് മലയാളവും തമിഴും തെലുങ്കും ഒക്കെയാണ്. മലയാളത്തിൽ ARMലും മാർക്കോയിലും ടർബോയിലും വില്ലനായെത്തിയ ഇദ്ദേഹം സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പനിലും എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിലും ഒറ്റക്കൊമ്പൻ എന്ന മാസ് കൊമേഴ്ഷ്യൽ സിനിമയിൽ ഒറ്റക്കൊമ്പനെ നേരിടാൻ അറ്റ്ലീസ്റ്റ് ഒരു ഡൈനോസർ എങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒരു ത്രില്ലുള്ളൂ. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ കഥ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണെന്നും അത് പൃഥ്വിരാജിൻ്റെ കടുവ എന്ന സിനിമയുടെ അതേ കഥയാണെന്നും നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കടുവാക്കുന്നിൽ കുറുവാച്ചൻ്റെ കഥാപാത്രമാണ് സുരേഷ് ഗോപി ചെയ്യുന്നതെങ്കിൽ ചിത്രത്തിലെ വിവേക് ഒബ്രോയ് ചെയ്ത ജോസഫ് ചാണ്ടി IPS എന്ന കഥാപാത്രമായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നത്. ആ കഥാപാത്രം വിവേക് ഒബ്രോയി ആണോ ഇദ്ദേഹമാണോ കൂടുതൽ മാസാക്കാൻ പോകുന്നത് എന്ന് ചിത്രം കണ്ടു തന്നെ നമുക്ക് തീരുമാനിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.